സാംസങ്ങിന്റെ സാംസങ് A06 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. A05 എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A06 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A06 6.7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. LCD പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ച്വൽ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ സാംസങ്ങിൻ്റെ ഡിവൈസുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ച്വൽ ഡിസൈൻ കിട്ടാറില്ല. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഴയ സാംസങ് A05 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെയാണ് അവർ കാര്യമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുള്ളത്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 10,600 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടില്ല, മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാംസങ് A05 എന്ന ഫോണിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലും വരുന്നുണ്ട്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ഇത്ര കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള A05 എന്ന ഫോണിലും ഇതേ സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിയറ്റ്നാമിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 10,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത പ്രോസസ്സറും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിൽ വരെ ഇത്രയും വരാൻ ചാൻസ് ഇല്ല. കാരണം A05 എന്ന സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് വലിയ അപ്ഗ്രേഡ്സ് ഒന്നുമില്ല. അത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം വരുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പം A05 എന്ന ഫോണിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോണും ലോഞ്ച് ചെയ്തേക്കാം. അപ്പം A05 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് ഇത്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തിരക്കേടില്ല. പിന്നെ ബാറ്ററി സെറ്റപ്പ് മികച്ചത് എന്നും പറയാവുന്നതാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ എന്ന് ലോഞ്ച് ചെയ്യുന്നു വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും സാംസങ്ങിൻ്റെ A06 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.